നമോ ഭഗവതേ വാസുദേവായ. ദശകം 15 കപിലോപദേശം. വൃത്തം മാലിനി. ശ്ലോകം 1. മതിരിഹി ഗുണസക്താ ബന്ധകൃത്വേഷ്വസക്താ തു അമൃതകൃതു പരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുദിത്തം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. മതിരിഹി ഗുണസക്താ ബന്ധകൃത്വേഷ്വസക്താ തു അമൃതകൃതു പരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുദിത്തം ദേവകൂത്യേന ഗാദീഹി. മതിർ ഇഹ. ഇവിടെ ബുദ്ധി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഗുണസക്ത ബന്ധകൃത്, പ്രകൃതി ഗുണങ്ങളിൽ, അതായത് ബാഹ്യജ്ഞാനത്താൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മായയാൽ സക്തമായി ബന്ധകാരണം ആയിത്തീരുന്നു. തേഷു അസക്താതു അമൃതകൃത്, അവയിൽ അസക്തം എങ്കിൽ, അതായത് ഗുണങ്ങളിൽ ആസക്തി ഇല്ലെങ്കിൽ അമൃതകൃതമാകുന്നു. ഉപരുന്തേ ഭക്തിയോഗസ്തു സക്തിം, ഭക്തിയോഗമാകട്ടെ സക്തിയെ ഉപരോധിക്കുന്നു. മഹത് അനുഗമലഭ്യ, മഹത്തുക്കളായ ഋഷി വേദജ്ഞന്മാരെ അനുഗമിച്ചാൽ, അനുസംസർഗം ചെയ്താൽ ലഭ്യമായ ഏവാത്ര സാധ്യ, ഭഗവത് ഭക്തി തന്നെയാണ് സാധ്യമാക്കേണ്ടത്. കപിലധനുർ ഇതി ത്വം, കപിലശരീരനായ, കപിലശരീരൻ എന്ന് പറഞ്ഞാൽ ചെമ്പിച്ച ദേഹകാന്തിയോട് കൂടിയവനായ അങ്ങ് ദേവഹൂതിയെ നിഗാതി, ദേവഹൂതിയായ ജനനിയോട് നിഗതനം ചെയ്തു, ഇങ്ങനെ പറഞ്ഞു എന്നർത്ഥം. ശ്ലോകാർത്ഥം. ഈ ലോകത്തിൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് വസ്തുക്കളുടെ ഗുണങ്ങളിൽ, അതായത് ബാഹ്യജ്ഞാനത്തിൽ സക്തമായി ബന്ധകാരണമായി തീരുന്നു. എന്നാൽ വസ്തുക്കളിൽ അസക്തമാണെങ്കിൽ, അതായത് ആസക്തമല്ലെങ്കിൽ, അത് അമൃതകൃതമാകുന്നു. ഭക്തിയോഗം ശക്തിയെ ഉപരോധിക്കുന്നതിനാൽ മഹത്തുക്കളായ ഋഷി വേദജ്ഞന്മാരോട് അനുസംസർഗം ചെയ്ത് ഭക്തിയെ തന്നെ സാധ്യമാക്കണം എന്ന് കപില ശരീരനായ ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു. അഹം മമ എന്നീ അഭിമാനബോധം വെടിഞ്ഞ് കാമ ലോഭാദി മാലിന്യങ്ങളിൽ നിന്ന് ബുദ്ധി മുക്തമാകുമ്പോൾ പിന്നെ ദുഃഖവും അദുഃഖവും സുഖവും അസുഖവും എല്ലാം തുല്യമായി തീരും. അങ്ങനെയുള്ള പരമഭക്തന്മാർ ഈശ്വരനിൽ മാത്രം താല്പര്യമുള്ളവനും പരമമായ മുക്തിക്ക് അന്ത്യത്തിൽ അർഹരുമാകുന്നു. ഒരർത്ഥത്തിൽ ഭക്തി തന്നെ മുക്തിക്ക് പരമപ്രധാനമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ദശകം 15 ശ്ലോകം 2. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭികൃതപിദചാക്ഷീ പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരുദിത്തം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി.
പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭികൃതവിദസാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിതവിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. ഇവിടെ 25 തത്വങ്ങളെ ദേവഹൂതിയെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, 5 തന്മാത്രകൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പിന്നെ 5 പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി, ദശാക്ഷി 5 കർമ്മേന്ദ്രിയങ്ങളും, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇവയോടുകൂടി പുരുഷ പഞ്ചവിംശഃ 25ാമതായി പുരുഷനും ചേർന്ന് 25 തത്വങ്ങൾ. ഇതി വിദിത വിഭാഗോ, ഈ 25 വിഭാഗങ്ങളെ മനസ്സിലാക്കിയാൽ മുച്യതേ അസൗ പ്രകൃത്യ, അവനെ മായ വിട്ടുമാറുന്നു എന്ന് ദേവഹൂതിയോട് ഭഗവാൻ കപിലദേവൻ അരുളി ചെയ്തു. ശ്ലോകാർത്ഥം നോക്കാം. പ്രകൃതിയും മഹത്തത്വവും അഹങ്കാരതത്വവും, പിന്നെ 5 തന്മാത്രകൾ, 5 പഞ്ചഭൂതങ്ങൾ, ഹൃത്ത്, ദശാക്ഷങ്ങളായ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ പുരുഷൻ എന്നീ 25 തത്വങ്ങളെ മനസ്സിലാക്കിയാൽ അവനെ മായ വിട്ടുമാറുന്നു. അതായത് ജീവന് മായയിൽ നിന്ന് മുക്തി നേടാം എന്നർത്ഥം. ശ്ലോകം 3. പ്രകൃതിഗതഗുണൗഘൈ നാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. പ്രകൃതിഗതഗുണൗഘൈർ നാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. പ്രകൃതി ഗുണോഗേർ, പ്രകൃതിഗത ഗുണങ്ങളാൽ. ഔഘം എന്നാൽ കൂട്ടം. ന ആജ്യതേ പുരുഷോയം, ഈ പുരുഷൻ സക്തനാകുന്നില്ല. യദിതു സജതി, സക്തനാകുന്നു എങ്കിൽ, തസ്യാം തദ്ഗുണം, ആ പ്രകൃതിയിൽ ആ ഗുണങ്ങൾ, തംഭജേരൻ, അവനെ ഭജിക്കുന്നതാകും, എന്നാൽ അവനെ ബാധിക്കുന്നതായിരിക്കും. മത് അനുഭജന, എന്നെ അനുഭജിക്കുക. തത്വ ആലോചനൈ, എൻ്റെ തത്വം ആലോചിക്കുകയും എന്നിവ കൊണ്ട്. സ അഭി അഭേയാത്, ആ മായ പോയിക്കൊള്ളും. ഇതി കപിലതനും ത്വം ദേവഹൂതിയൈ നിഘാതിഹി, ഇങ്ങനെ കപിലദേവനായ ഭഗവാൻ ദേവഹൂതിയായ ജനനിയോട് അരുളി ചെയ്തു. ശ്ലോകാർത്ഥം. പ്രകൃതിഗത ഗുണങ്ങളാൽ ഈ പുരുഷൻ സക്തനാകുന്നില്ല. പ്രകൃതിയിൽ സക്തനാകുന്നുവെങ്കിൽ, അതായത് മായയിൽ സക്തനാകുന്നു എങ്കിൽ,
പ്രകൃതിയുടെ ഗുണങ്ങൾ, അതായത് മായാ വൈശിഷ്ട്യങ്ങൾ, ആ വൈഭവങ്ങൾ അവനെ ബാധിക്കുക തന്നെ ചെയ്യും. എന്നെ ഭജിക്കുകയും എൻ്റെ തത്വങ്ങൾ ആലോചിക്കുകയും ചെയ്താൽ ആ പ്രകൃതി തന്നെ ഒഴിഞ്ഞുകൊള്ളും എന്ന് കപില ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു. ശ്ലോകം 4. വിമലമതിരുപാത്തേ ആസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. വിമലമതിരുപാത്തൈർ ആസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. വിമലമതിർ, വിമലമായ ശുദ്ധമായ ചിത്തത്തോടെ. ഉപാത്തൈർ ആസനാദ്യൈർ, യമ നിയമാദി ആസനങ്ങളെ പരിശീലിച്ച്. മത് അംഗം, എൻ്റെ സ്വരൂപത്തെ. ഗരുഡ സമതിരൂഢം, ഗരുഡനിൽ ആരോഹണം ചെയ്തിട്ടുള്ള. ദിവ്യഭൂഷായുധാംഗം, ദിവ്യാലങ്കാരങ്ങളും ആയുധങ്ങളും അങ്കിതമായ. രുചിതുലിതതമാലം, തമാല ശ്യാമകാന്തി കലരുന്ന. ശീലയേത്, അനുവേലം, എപ്പോഴും ശീലിക്കണം. കപിലതനു ഇതി ദേവഹൂതിയേന ഗാദി, കപിലദേവൻ ദേവഹൂതിയോട് ഇപ്രകാരം അരുളി ചെയ്തു. ശ്ലോകാർത്ഥം. യമം നിയമം ആസനം പ്രാണായാമം ഇവ ശീലിച്ച് ചിത്തശുദ്ധി വരുത്തി ഗരുഡാരൂഢനും ദിവ്യഭൂഷണങ്ങളാലും ആയുധങ്ങളാലും അങ്കിതമായ തമാലവൃക്ഷത്തിന്റെ കാന്തി കലർന്ന എൻ്റെ സ്വരൂപത്തെ എപ്പോഴും ധ്യാനിച്ച് ശീലിക്കണം എന്ന് കപിലസ്വരൂപനായ ആ ദേവൻ ദേവഹൂതിയായ തൻ്റെ അമ്മയോട് അരുളി ചെയ്തു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 6-ാം ദശകത്തിലെ അവസാന ശ്ലോകം. ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മബാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേധേ വാതാലയാധിപ നമോസ്തു നിരുന്തിരൂക്കാൻ. നമ്മുടെ കർമാവസാനത്തിൽ അന്ത്യകാലത്ത് ഭഗവാന്റെ ഈ നിർമ്മലാത്മകമായ രൂപം എപ്പോഴും എപ്പോഴും തെളിഞ്ഞു വരാനായിട്ട് നാം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ദശകം 15 ശ്ലോകം 5. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഖി മൃത്യോർവിജേത്രീ കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. മമ ഗുണഗണ ലീല ആകർണനൈ കീർത്തനാധീർ, എൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കേൾക്കുന്നതിലും കീർത്തനം
തുടങ്ങിയവയിലും. മയി സുരസരിത് ഓഗപ്രഖ്യ എന്നിൽ ഗംഗാപ്രവാഹത്തിന് തുല്യമായ ചിത്തവൃത്തി ഭവതി പരമഭക്തിം പരമമായ ഭക്തിയെ ഉണ്ടാക്കുന്നു. സാഹി മൃത്യോർവിജയത്രി അത് മൃത്യുവിനെ തന്നെ ജയിക്കുകയും ചെയ്യുന്നു. കപിലതനു ഇതി ദേവഹൂതിനഗാദിഹി കപിലതനുവായ ദേവൻ ദേവഹൂതിയോട് ഇങ്ങനെ അരുളി ചെയ്തു. ശ്ലോകാർത്ഥം: എൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കുറിച്ച് കേൾക്കുകയും യശസ്സിനെ കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ എന്നിൽ ഗംഗാപ്രവാഹം പോലെ ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകുന്നു. ആ ശ്രേഷ്ഠ ഭക്തി മൃത്യുവിനെ തന്നെ വിജയിക്കുന്നതായി ഭവിക്കുന്നു എന്ന് ഭഗവാൻ കപിലദേവൻ ദേവഹൂതിയായ അമ്മയോട് അരുളി ചെയ്തു. ഭഗവത് ഭക്തിയുടെ പാരധമ്യയിലെത്താൻ 9 ഭാവങ്ങളെ സങ്കല്പിച്ചിരിക്കുന്നു. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. ഈ സങ്കല്പത്തിലെ ഓരോ പടിയും കടന്ന് ഭക്തൻ അവസാനം ആത്മനിവേദനമെന്ന പരമശ്രേഷ്ഠമായ പദവിയിലെത്തുന്നു. അപ്പോൾ ശരീരബോധമില്ലാതെ ചിത്തവൃത്തി നിരന്തരമായി ഭഗവാനിൽ ലീനമായി തീരും. ശ്ലോകം 6. അഹഹ ബകുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദി ഗൃഹസക്തോ യാതനം മയ്യഭക്തഃ കപിലതനുരുദിത്തം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. അകകബകുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദി ഗൃഹസക്തോ യാതനം മയ്യഭക്തഃ കപിലതനുരുദിത്തം ദേവകൂത്യേന ഗാദീഹി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ. കഷ്ടം ബഹുതരമായ ഹിംസകളാൽ സഞ്ചിതമായ അർത്ഥങ്ങളാൽ. കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ കുടുംബത്തെ ദിനം തോറും പരിപോഷിപ്പിക്കുന്നവനായി. ശ്രീജിതോ ബാലലാളി ശ്രീജിതനും കുഞ്ഞുങ്ങളെ ലാളിക്കുന്നവനുമായി. വിശദിഹി ഗൃഹസക്തോ യാതനാം ഗൃഹാസക്തനായി യാതനകളെ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. മയി അഭക്തഃ എന്നിൽ ഭക്തിയില്ലാത്തവൻ. കപിലതനു ഇതി ദേവഹൂതിന ഗാദിഹി കപിലദേവൻ ഇങ്ങനെ ദേവഹൂതിയോട് അരുളി ചെയ്തു. ശ്ലോകാർത്ഥം: എന്നിൽ അഭക്തനായവൻ ബഹുതരമായ ഹിംസകളാൽ സഞ്ചിതമായ അർത്ഥങ്ങളാൽ ദിനം തോറും കുടുംബത്തെ പരിപോഷിപ്പിക്കുന്നവനായി. ശ്രീജിതനും കുഞ്ഞുങ്ങളെ ലാളിക്കുന്നവനുമായി. ഗ്രഹാസക്തനായി യാതനകളെ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. ഇപ്രകാരം ആ കപില ദേവൻ ദേവഹൂതിയായ മാതാവിനോട് ഉണർത്തിച്ചു. ദശകം 15. ശ്ലോകം 7. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിബധമുഹ്യത്യേവ താരുണ്യകാലേ
കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. യുവതി ജഡരകിന്നോ, യുവതിയുടെ ഗർഭത്തിൽ വസിക്കുന്ന ഖേദം അനുഭവിക്കുന്നതിനായി. ജാതബോധോപി അകാണ്ഡേ, അക്കാലത്ത് ബോധം ഉണ്ടായവനാണെങ്കിലും, അതായത് ഗർഭകാലത്ത് ജ്ഞാനം ഉണ്ട് എങ്കിലും, പ്രസവഗളിതബോധ, പ്രസവത്തോടുകൂടി ജ്ഞാനം നഷ്ടപ്പെട്ടവനായി, പീഡയാ, കഷ്ടപ്പാടോടുകൂടി, ഉല്ലംഘ്യ ബാല്യം, ബാല്യത്തെ കടന്ന്, പുനർ അഭി, വീണ്ടും, ബധ, കഷ്ടം, മുഹ്യതി ഏവ താരുണ്യകാലേ, താരുണ്യകാലത്ത്, യൗവനകാലത്ത് മോഹിക്കുക തന്നെ ചെയ്യുന്നു. കപില തനുരുദീത്വം ദേവഹൂതൈന ഘാതിഹി, കപില ഭഗവാൻ ഇങ്ങനെ ദേവഹൂതിയോട് ഉണർത്തിച്ചു. ശ്ലോകാർത്ഥം. യുവതിയായ മാതാവിന്റെ ജഡരത്തിനുള്ളിൽ കഴിയുന്ന കാലത്തെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ആ അവസരത്തിൽ പൂർവജന്മസ്മൃതിയും ഈശ്വരാനുഭൂതിയും ഉണ്ടാകുമെങ്കിലും പ്രസവിച്ചു വീഴുന്നോടെ ജ്ഞാനം നഷ്ടപ്പെട്ടവനായി ക്ലേശത്തോടുകൂടി ബാല്യം കഴിച്ചുകൂട്ടി പിന്നെ യൗവനമാകുമ്പോൾ വീണ്ടും വ്യാമോഹിതനായി തീരുന്നു എന്ന് ദേവഹൂതിയോട് കപില ഭഗവാൻ അരുളി ചെയ്തു. ശ്ലോകം 8. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥക സ ച നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മതൂതപദാർത്ഥം കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. ഒരിക്കൽ കൂടി. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥക സ ച നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മതൂതപദാർത്ഥം കപിലതനുരുദിത്വം ദേവകൂത്യേന ഗാദീഹി. പിതൃസുരഗണയാജി, പിതൃകൾക്കും ദേവഗണങ്ങൾക്കും വേണ്ടി യജ്ഞം ചെയ്യുന്നവനും, ധാർമ്മികോ യോ ഗൃഹസ്ഥഃ, ധാർമ്മികനായ ഏത് ഗൃഹസ്ഥൻ, സ ച നിബധതി ദക്ഷിണോദ്വോപഗാമി, അവനും ദക്ഷിണദിക്കിനെ ഉപഗമിക്കുന്നവനായി നിബധിക്കുന്നു. മഹി നിഹിത അകാമം കർമ്മം, എന്നിൽ സമർപ്പിക്കപ്പെട്ട നിഷ്കാമമായ കർമ്മം, തു എന്നാൽ ഉദക്പദാർത്ഥം ഉത്തരായണ മാർഗത്തിൽ, കപിലതനുരുദീത്വം ദേവഹൂതൈന ഘാതിഹി, കപില ഭഗവാൻ ദേവഹൂതിയോട് ഇങ്ങനെ അരുളി ചെയ്തു. ശ്ലോകാർത്ഥം. ധാർമ്മികനായി പിതൃക്കളെയും ദേവഗണങ്ങളെയും ഉദ്ദേശിച്ച് യജ്ഞം ചെയ്യുന്ന ഗൃഹസ്ഥൻ ദക്ഷിണമാർഗത്തെ ഉപഗമിച്ച് കാലക്രമേണ വീണ്ടും പുനർജന്മമെടുത്ത് ഭൂമിയിൽ തന്നെ പതിക്കുന്നു. എന്നാൽ എന്നിൽ മാത്രം സമർപ്പിക്കപ്പെട്ട നിഷ്കാമ കർമ്മം ചെയ്യുന്നവൻ ഉത്തരായണ മാർഗത്തിൽ സഞ്ചരിച്ച് മുക്തനായി തീരുന്നു. ദക്ഷിണോപഗതനായ ജീവൻ ധർമാചരണം കൊണ്ട് നേടിയ പുണ്യബലത്താൽ സ്വർഗത്തിലെത്തിയാലും പൂർവജന്മാർജിതമായ വാസന പൂർത്തീകരിക്കാൻ ഉത്കൃഷ്ടമോ
അപകൃഷ്ടമോ ആയ ജന്മം വീണ്ടും എടുക്കുന്നു. ഇത് സംസാര ചക്രത്തിൽ നിന്ന് പൂർണ്ണമുക്തി നൽകുന്നില്ല. എന്നാൽ സർവസ്വമായ ഈശ്വരനിൽ സർവവും അർപ്പിച്ച് നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുന്നവൻ ഇഹജീവിതത്തിൽ തന്നെ ജീവിതവാസന അറ്റവരാകയാൽ അവർ പുനർജനനം സ്വീകരിക്കാതെ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുന്നു. ഇതാണ് പരമമായ മോക്ഷമാർഗം. ശ്ലോകം 9. ഇതി സുവിദിതവേദ്യാം ദേവകേ ദേവകൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമധിരദാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീചാം. ഒരിക്കൽ കൂടി. ഇതി സുവിദിതവേദ്യാം ദേവകേ ദേവകൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമധിരദാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീചാം. ഇതി സുവിദിതവേദ്യാം. ഇപ്രകാരം സുവിധമായതിനെ വേദ്യമായി, അതായത് അറിയേണ്ടതിനെ വ്യക്തമായി അറിഞ്ഞവളായി. ദേവഹേ ദേവഹൂതി, ഹേ ദേവ, ആ ദേവഹൂതിയെ കൃതനുതി അനുഗൃഹ്യ, നമസ്കാരങ്ങൾ ചെയ്യപ്പെട്ട് അനുഗ്രഹീതയാക്കി, ത്വം ഗതോ യോഗിസംഘേ, അങ്ങ് യോഗിസംഘങ്ങളോടൊപ്പം പോയവനായി. വിമലമതിർ അധ, പിന്നെ മനസ്സ് ശുദ്ധമായി. അസൗ, ആ ദേവഹൂതി ഭക്തിയോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് മുക്തയായി ഭവിച്ചു. ത്വം അഭി ജനഹിതാർത്ഥം വർത്തസേ, അങ്ങ് പിന്നെ ജനഹിതാർത്ഥത്തിനായി വർത്തിക്കുന്നു. പ്രാഗുദീച്യാം, കിഴക്ക് വടക്കുദിക്കിൽ. ശ്ലോകാർത്ഥം. ഇങ്ങനെ അറിയേണ്ടത് നല്ലവണ്ണം അറിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട്, ഹേ ദേവ, ഗുരുവായൂരപ്പ, അങ്ങ് യോഗി സംഘങ്ങളോടുകൂടി പോയി. പിന്നെ മനഃശുദ്ധി ലഭിച്ച് ആ ദേവഹൂതി ഭക്തിയോഗം കൊണ്ട് മുക്തയായി ഭവിച്ചു. ഹേ ഗുരുവായൂരപ്പ, കപിലമുനിയായ അവിടുന്ന് ജനഹിതത്തിനായി വടക്ക് കിഴക്ക് ദിക്കിൽ വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേവഹൂതി എന്നാൽ ദേവനെ സ്ഥിരമായി വിളിക്കുന്നവളാണെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. ബ്രഹ്മാംശമായ കർദമൻ പതിയായി ആ ദേവഹൂതിക്ക് ഭവിക്കുകയും ചെയ്തു. സ്ഥിരമായ ദേവസ്മരണയാൽ ആ കന്യകാരത്നത്തിന് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭഗവാനെ പുത്രനായി ലഭിക്കുകയും ചെയ്തു. പിന്നെ ആ പുത്രൻ തന്നെ ഗുരുവായും ഭവിച്ചു. അത്രയ്ക്കും പുണ്യമായ ഒരു ജന്മമായിരുന്നു ദേവഹൂതിയുടേത്. ദശകം 15. ശ്ലോകം 10. പരമകിമുപഭൂക്ത്യാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം. ഒരിക്കൽ കൂടി. പരമകിമുപഭൂക്ത്യാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ
ഗുരുപവനപുരേശ ത്വയ്യുപാദൽസഭക്തിം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പരമ, ഹേ പരമ്പൊരുളായ ഭഗവാനേ, കിമു ബഹൂക്ത്യ, എന്തിനേറെ പറയുന്നു, പാദാംബോജഭക്തിം, അങ്ങയുടെ പാദകമലത്തിലുള്ള ഭക്തിയെ, സകല ഭയവിനേത്രിയും, സർവഭയങ്ങളെയും നശിപ്പിക്കുന്നതായും, സർവ കാമോപനേത്രിയും, സർവകാമങ്ങളെയും നൽകുന്നതായും, വദസി ഖലു ദൃഢമായി പറയുന്നുണ്ടല്ലോ. ത്വം, അങ്ങനെയുള്ള അവിടുന്ന്, തദ്വിദൂയ ആമയാൻമേ, എന്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ. ഗുരുപവനപുരേശ, ശ്രീ ഗുരുവായൂരപ്പ, ത്വയി, അങ്ങയിൽ, ഉപാദൽസഭക്തിം, ഭക്തിയെ ഉപാദാനം ചെയ്യണമേ, ചേർക്കണമേ. ശ്ലോകാർത്ഥം. പരംപുരുഷനായ ഹേ ഭഗവാനേ, ഗുരുവായൂരപ്പ, എന്തിനേറെ പറയുന്നു, അങ്ങയുടെ പാദകമലങ്ങളിലുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും നശിപ്പിക്കുന്നു, സർവകാമനകളെയും സാധിപ്പിക്കുന്നു. ഇത് അങ്ങു തന്നെ പലപ്പോഴും പറയുന്നുണ്ടല്ലോ. ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ നിശേഷം നശിപ്പിച്ച് അങ്ങയിൽ ദൃഢമായ ഭക്തി ഉണ്ടാക്കിത്തരണമേ. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. വേദനയും രോഗവും എത്ര നിസാരമായാൽ പോലും ഭഗവാനിൽ നിന്ന് മനസ്സിനെ അകറ്റിക്കളയും. അതിനാൽ ആമയങ്ങളെ നിസാരമാക്കി മനസ്സിനെ ഭഗവാനിൽ ദൃഢമാക്കാൻ അനുഗ്രഹിക്കണമേ, ഹേ ഗുരുവായൂരപ്പ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ പ്രാർത്ഥന തന്നെ ഭഗവാന്റെ ചരണങ്ങളിൽ അർപ്പിക്കാം. ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ.